ഗാസയിൽ ഇസ്രായേൽ നടത്തിവന്ന ആക്രമണത്തിൽ 30-ലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 2025 ജൂലൈ 13 നടന്ന ആക്രമണത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതോടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിലെ മരണസംഖ്യ 58,000 കടന്നെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഷിംഗ്ടൺ സന്ദർശനത്തിനു ശേഷം ഇസ്രായേലും ഹമാസും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നിരുന്നു. ഡ്രോൺ മിസൈലുകൾ ഉപയോഗിച്ചാണ് ജൂലൈ 13 ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ മിസൈലുകളിൽ ശരീരത്തിൽ കുത്തിത്തുളച്ചു കയറുന്ന ലോഹച്ചീളുകളും ചേർത്തിരുന്നുവെന്നാണ് വിവരം. ഇത് മരണസംഖ്യ കൂടുന്നതിനും പരുക്കുകൾ കൂടുന്നതിനും കാരണമായി. ആണികൾ, ലോഹങ്ങൾ എന്നിവ നിറച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടുന്നത്. ഇത് ഉയർന്ന വേഗതയിൽ പൊട്ടിത്തെറിച്ച് ശരീരത്തിൽ തറയ്ക്കുകയും വലിയ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നതായും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സംഘർഷങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥകളെല്ലാം ഇസ്രായേൽ ലംഘിക്കുകയാണെന്നും ആരോപണമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വെള്ളിയാഴ്ചയും ഇസ്രായേലിൽ നിന്ന് ആക്രമണമുണ്ടായി. കിഴക്കൻ ഗാസയിലെ തുഫ മേഖലയിൽ 3 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിലുണ്ടായ ആക്രമണത്തിൽ 5 മരണങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. നുസ്രത്തിലെ അൽ അവദ ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വെള്ളം ശേഖരിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 10 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. മരിച്ചവരിൽ 6 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. മധ്യ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ജനറൽ സർജറി വിദഗ്ധൻ ഡോക്ടർ അഹമ്മദ് ബെന്തിലും ഉൾപ്പെടുന്നു. സവാദയിൽ ഒരു വീടിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 2 സ്ത്രീകളും 3 കുട്ടികളും അടക്കം 9 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 150-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ഗാസയിലെ ഏറെക്കുറെ ശിക്ഷിക്കപ്പെട്ട ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾ പരിക്കേറ്റവരെ രക്ഷിക്കാൻ പെടാപ്പെടുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദിനംപ്രതി എത്തിച്ചേരുന്ന പരിക്കേറ്റവരിൽ ആരെ ആദ്യം ചികിത്സിക്കണമെന്ന് നിശ്ചയിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആരോഗ്യ സംവിധാനം പ്രതിസന്ധിയിലാണ്. വെടിനിർത്തൽ സമയത്ത് ഇസ്രായേൽ സൈന്യത്തെ വിന്യസിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങാത്തതിനെ ചൊല്ലി പുതിയ തർക്കം ഉടലെടുത്തിട്ടുമുണ്ട്. ഹമാസ് കീഴടക്കി ആയുധങ്ങൾ ഉപേക്ഷിച്ച് നാടുവിട്ടാൽ മാത്രമേ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ആക്രമണം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ള 50 ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാകൂവെന്നും ഹമാസ് നിലപാടെടുത്തിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലും സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ അമേരിക്കൻ പൗരനായ സെയ്ഫുള്ള മുസലറ്റ് ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമിച്ചതാണ് ഇവരുടെ മരണകാരണമെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹമാസ് ജനവാസ കേന്ദ്രങ്ങളിൽ ഒളിത്താവളങ്ങൾ ഒരുക്കുന്നതാണ് സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിന് കാരണമെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറണ്ട് പിൻവലിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളി. നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരായ അറസ്റ്റ് വാറണ്ടുകൾ പിൻവലിക്കുന്നതിന് പുറമെ അധിനിവേശ പലസ്തീനിലെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന അഭ്യർത്ഥനയും ICC നിരസിച്ചു. പലസ്തീന്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ICCക്ക് അധികാരപരിധിയില്ല എന്ന ഇസ്രായേലിന്റെ വാദം പ്രീ ട്രയൽ ചേംബർ തള്ളി. കേസിൽ അപ്പീൽ ചേംബർ പുറപ്പെടുവിപ്പിച്ച ഉത്തരവ് കോടതിയുടെ അധികാരപരിധി ദുർബലപ്പെടുത്തുന്നതായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നും ചേംബർ വ്യക്തമാക്കി.